കുറച്ചു കാലം മുൻപ് വരെ ആർക്കും പരിശോധിക്കാവുന്ന തരത്തിൽ ഔദ്യോഗിക രേഖകൾ പുറത്തുവിട്ടിരുന്നു ചൈന. പക്ഷേ കുറച്ചു നാളുകളായി ഇവയൊക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ശവസംസ്കാര കണക്കുകളും ബിസിനസ് കോൺഫിഡൻസ് ഇൻഡെക്സും എന്തിന് സോയാ സോസിൻ്റെ ഉൽപ്പാദനം സംബന്ധിച്ച വിവരങ്ങൾ പോലും ചൈന നീക്കിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ഗവേഷകരും നിക്ഷേപകരും ആശ്രയിച്ചിരുന്ന 100-ലധികം വരുന്ന ഡാറ്റാ പോയിന്റുകൾ നിലവിൽ ചൈന പബ്ലിഷ് ചെയ്യുന്നില്ല. ഡാറ്റ നീക്കിയതിന് കാരണം എന്തെന്നോ നീക്കത്തിന് പിന്നിലെ ഉദ്ദേശ്യം എന്തെന്നോ അധികൃതർ ആരും തന്നെ വ്യക്തമാക്കിയിട്ടുമില്ല. പക്ഷേ കുമിഞ്ഞുകൂടിയ കടവും തരിപ്പണമായ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും ചൈനീസ് സമ്പദ്ഘടനയെ പിടിച്ചുലയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മറ എന്നതാണ് ശ്രദ്ധേയം. വാഷിംഗ്ടണും ബെയ്ജിങ്ങും തമ്മിൽ നടക്കുന്ന വ്യാപാര യുദ്ധം ചൈനീസ് സമ്പദ്ഘടനയെയും ആഗോള വിപണിയെയും കാര്യമായി ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ ചൈനയുടെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് അറിവുണ്ടാകാൻ ഇത്തരം ഡാറ്റകളാണ് സഹായിക്കുക. ഇവ പുറത്തുവിടുന്നത് അവസാനിപ്പിക്കുന്നത് വഴി ചൈനയിൽ നടക്കുന്നത് എന്ത് എന്നറിയാൻ ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടാകും. യുഎസുമായുള്ള വ്യാപാര അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിൽ ചൈനയിലെ ഉൽപ്പാദനത്തെയും തൊഴിൽ മേഖലയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ചൈനയുടെ വളർച്ചയെ കുറിക്കുന്ന കൃത്യമായ ഡാറ്റ ലഭിക്കുക എന്നത് പണ്ട് മുതലേ കുറച്ച് കടുപ്പമേറിയ കാര്യമായിരുന്നു. രാജ്യത്തിന്റെ GDP-യെക്കുറിച്ചുള്ള ചൈനീസ് മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ സാമ്പത്തിക വിദഗ്ധർ എന്നും ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ. ഔദ്യോഗിക രേഖകൾ പ്രകാരം GDP വളർച്ച 2022-ൽ 5%, 2023-ൽ 5.2%. പക്ഷേ ഇത് കൃത്രിമ കണക്കാണെന്നായിരുന്നു വിലയിരുത്തൽ. 2 മുതൽ 3% വരെയൊക്കെ ബെയ്ജിംഗ് എഴുതി ചേർത്തതാണെന്ന വിമർശനവും ഉണ്ടായിരുന്നു. തങ്ങൾ നേടുമെന്ന് 2023-ൽ ചൈന പ്രഖ്യാപിച്ച 5% GDP വളർച്ച തന്നെയാണ് 2024-ൽ ചൈന ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കിലുമുള്ളത്. ബാങ്ക് ഓഫ് ഫിൻലാൻഡിന്റെയും ക്യാപിറ്റൽ എക്കണോമിക്സിന്റെയും പരിശോധനകൾ ചൈന പുറത്തുവിട്ട GDP നിരക്കിനേക്കാൾ താഴെയാണ് യഥാർത്ഥ കണക്കെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2007-ൽ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിലൂടെയാണ് കണക്കുകൾ ചൈന ഉണ്ടാക്കുന്നതാണെന്ന വാദം ആദ്യമായി പുറത്തുവരുന്നത്. താൻ ജോലിയിലുണ്ടായിരുന്ന കാലത്ത് തന്റെ പ്രവിശ്യയിലെ GDP നിരക്കുകളൊക്കെ തോന്നുംപടി എഴുതി ചേർക്കുകയായിരുന്നുവെന്നാണ് ലീ കെ ക്യുയാങ് എന്ന ഒരു മുൻ ഡിപ്ലോമാറ്റ് അന്നത്തെ US അംബാസഡറോട് പറഞ്ഞത്. ഈ വിവരം പുറത്തെത്തിയതോടെ ചൈനീസ് കണക്കുകളെ മാത്രം ആശ്രയിക്കുന്നത് സാമ്പത്തിക വിദഗ്ധർ നിർത്തി. പിന്നീട് ചൈനീസ് സമ്പദ് വളർച്ചയെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ലഭിക്കാൻ മൂവി ബോക്സ് ഓഫീസ് റവന്യൂവും രാത്രികാലത്തെ വൈദ്യുതി ഉപയോഗത്തിന്റെ കണക്കു കാട്ടുന്ന സാറ്റലൈറ്റ് ഡാറ്റയും സിമന്റ് ഫാക്ടറികളുടെ പ്രവർത്തനം സൂചിപ്പിക്കുന്ന രേഖകളും പ്രമുഖ പവർ കമ്പനികളിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ കണക്കുമൊക്കെയാണ് അവർ ആശ്രയിച്ചു പോന്നിരുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ വാഷിംഗ്ടണിൽ വെച്ച് നടന്ന ഒരു കോൺഫറൻസിൽ ചൈനയുടെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ കുറേ വർഷങ്ങളായി 2% നിന്ന് ഉയർന്നിട്ടില്ല എന്നാണ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഗാവോ ഷാൻവൻ ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് അദ്ദേഹത്തെ പൊതുപരിപാടികളിൽ സംസാരിക്കുന്നതിൽ നിന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വിലക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം ചൈന പല കണക്കുകളും മറച്ചുവെക്കുന്നു എന്ന വാദത്തെ സാധൂകരിക്കുകയും ചെയ്യുന്നതാണ്. അതിനിടെ ഫെബ്രുവരിയിൽ ആഗോള ധനകാര്യ ഏജൻസിയായ ഗോൾഡ്മാൻ സാക്സ് ചൈനയുടെ സാമ്പത്തിക വളർച്ച അളക്കാനായി പുതിയൊരു മാർഗവുമായി വന്നു. വസ്തുവിൽപ്പന പോലെ കാലങ്ങളായി ചൈനയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്ന മേഖലകളിലെ ഡാറ്റകളാണ് അപ്രത്യക്ഷമാകുന്നതിൽ അധികവും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തകർച്ച കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കൊണ്ട് മാത്രം ബില്യൺ കണക്കിന് ഡോളറാണ് ചൈനയ്ക്ക് നഷ്ടപ്പെടുത്തിയത്. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പ്രതാപകാലത്ത് ചൈനീസ് സർക്കാരിൽ നിന്ന് വൻതുകയ്ക്കാണ് ഡെവലപ്പർമാർ ഭൂമി വാങ്ങിയത്. ചൈനീസ് സമ്പദ്ഘടനയ്ക്ക് ഇത് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ 2021 മുതൽ ഈ മേഖലയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങി. വീടുകളുടെ വിൽപ്പന കുത്തനെ താഴ്ന്നതും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ പാപ്പരായതുമൊക്കെ ഈ ഇടിവിന് പ്രധാന കാരണങ്ങളായിരുന്നു. അതേ വർഷം തന്നെ കുത്തനെ താഴുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഡാറ്റ ചൂണ്ടിക്കാട്ടി ചൈനീസ് തിങ്ക് ടാങ്കായ ബേക്ക് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ചൈന ഔദ്യോഗികമായി ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ബേക്കിന്റെ റിപ്പോർട്ട് വലിയ വിവാദമായി. പിന്നാലെ റിപ്പോർട്ട് പിൻവലിച്ച ബേക്ക് തങ്ങൾ പുറത്തുവിട്ട ഡാറ്റകളിൽ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിശദീകരിച്ചത്. എന്നാൽ സർക്കാർ സമ്മർദ്ദം മൂലമാണിതെന്നാണ് അന്ന് പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ വിലയിരുത്തൽ. കോവിഡിന് പിന്നാലെയാണ് ചൈന രാജ്യത്ത് നടക്കുന്ന സംസ്കാരങ്ങളുടെ കണക്കുകൾ നിർത്തലാക്കിയത്. 2022-ൽ സീറോ കോവിഡ് പോളിസി അവസാനിപ്പിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും സർക്കാർ വിലക്കിയിരുന്നു. അവ കൂടാതെ രാജ്യത്തെ ജനന നിരക്ക്, വാക്സിൻ വിതരണത്തിന്റെ കണക്കുകൾ എന്നിവയൊക്കെ ചൈന കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് മായ്ച്ചു കളഞ്ഞ ഡാറ്റകളാണ്. പുതിയ കണക്കുകൾ ഇല്ല എന്നതിനേക്കാൾ പഴയ കണക്കുകൾ പൊടുന്നനെ സൈറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്.